വൈഭവിന് വേണ്ടി 10 കോടി മാറ്റിവെക്കണം. 2025 IPL മെഗാ ഓപ്ഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ഡയറക്ടർ സുബിൻ ബറൂച്ച മാനേജ്മെന്റ് നൽകിയ നിർദ്ദേശം അതായിരുന്നു. ബറൂച്ച അടുത്തിടെയാണ് വൈഭവിന്റെ ട്രയൽസിലെ ചില മുഹൂർത്തങ്ങൾ ഓർത്തെടുത്തത്. വർഷങ്ങൾക്ക് മുമ്പ് യശസ്വി ജയ്സ്വാളിനെ തട്ടകത്തിലെത്തിക്കാനായി മാനേജ്മെന്റിന് അയാൾ നൽകിയ അതേ നിർദ്ദേശമായിരുന്നു വൈഭവിനെ സംബന്ധിച്ചും നൽകിയത്. 10 കോടി മുടക്കിയാലും വിട്ടുകളയരുത് എന്ന്. ഇന്നലെ പവർ പ്ലേയിലെ അവസാന ഓവറിൽ നൂർ അഹമ്മദിനെ ലോങ് ഓണിന് മുകളിലൂടെ സിക്സർ പായിച്ച് വൈഭവ് 15 പന്തിൽ അർദ്ധ സെഞ്ചുറി കുടിക്കുമ്പോൾ ബറൂച്ചയുടെ ദീർഘവീക്ഷണം ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. T20 ക്രിക്കറ്റ് ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായ രോഹിത് ശർമ്മ തൻ്റെ 38ാം വയസ്സിലും ഈ മൈതാനങ്ങളിൽ കളന്നിറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊൽക്കത്തക്കെതിരെ പവർ പ്ലേയിൽ തന്നെ രോഹിത് അർദ്ധ സെഞ്ചുറി കുറിച്ചു. IPL ചരിത്രത്തിൽ ആദ്യമായാണ് രോഹിത് പവർ പ്ലേയിൽ 50 കുടിക്കുന്നത് എന്ന് ആരാധകർ അറിയുന്നത് തന്നെ അപ്പോഴാണ്. തൊട്ടടുത്ത ദിവസം വൈഭവ് പവർ പ്ലേയിൽ 50 പിന്നിട്ടു, വെറും 15 പന്തിൽ, അതും തൻ്റെ 15ാം വയസ്സിൽ. രോഹിത് IPL അരങ്ങേറ്റം കുറിക്കുമ്പോൾ വൈഭവ് ജനിച്ചിട്ട് പോലുമില്ല. 2008 അഥവാ IPL പ്രഥമ സീസണിലാണ് ടൂർണമെൻറ്റിൽ രോഹിത്തിൻ്റെ ഡെബ്യൂ. വൈഭവ് ജനിച്ചതാകട്ടെ 2011. 15 വയസ്സ് തികഞ്ഞിട്ട് 3 ദിവസം പിന്നിടുന്നേ ഉള്ളൂ. തൻ്റെ പഴയ നായകൻ സഞ്ജു സാംസനെ വിക്കറ്റിന് പിറകിൽ കാഴ്ചക്കാരനാക്കി നിർത്തി ഗുവാഹത്തിയിൽ പിന്നെ ആ 15കാരൻ നിറഞ്ഞാടി. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി, അടുത്ത പന്തിൽ ലോങ് ഓണിന് മുകളിലൂടെ ഒരു സിക്സർ. ബോളിംഗ് എൻഡിൽ ആരാണ്? മാറ്റ് ഹെൻറി. ഏത് മാറ്റ് ഹെൻറി? ലോകകപ്പിന് തൊട്ടു മുമ്പ് അരങ്ങേറിയ ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പരയിൽ സഞ്ജുവിനെ പലകുറി വീഴ്ത്തിയ മാറ്റ് ഹെൻറി. അതൊന്നും വൈഭവിന് പരിഗണനാ വിഷയമേ ആയിരുന്നില്ല. 3ാം ഓവറിൽ ഹെൻറിയെ ഒരിക്കൽ കൂടി നിലംതൊടാതെ അതിർത്തി കടത്തുന്നുണ്ട് വൈഭവ്. അൻഷുൽ കാംബോജ് ആയിരുന്നു വൈഭവിൻ്റെ അടുത്ത ഇര. 5ാം ഓവറിൽ അടിച്ചുകൂട്ടിയത് 2 4ഉം 1 6ഉം. 6ാം ഓവറിൽ നൂർ അഹമ്മദിനെതിരെ തുടർച്ചയായി 2 സിക്സറുകൾ. പവർ പ്ലേ അവസാനിക്കുമ്പോൾ രാജസ്ഥാൻ 74 റൺ സ്കോർ ബോർഡിൽ ചേർത്തിരുന്നു. അതിൽ 52ഉം പിറന്നത് വൈഭവിൻ്റെ ബാറ്റിൽ നിന്ന്. 7ാം ഓവറിൽ കാംബോജ് തന്നെ വൈഭവിനെ വീഴ്ത്തി. 17 പന്തിൽ 52 റൺസുമായിട്ടായിരുന്നു വൈഭവിൻ്റെ മടക്കം. 5 സിക്സർ, 4 4. അർദ്ധ സെഞ്ചുറിയിലെ 46 റൺസും വന്നത് ബൗണ്ടറികളിലൂടെ. ബാറ്റ് വീശിയത് 305 സ്ട്രൈക്ക് റേറ്റിൽ. വൈഭവ് തകർത്തടിക്കുന്നത് കണ്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന യശസ്വി ജയ്സ്വാൾ പവർ പ്ലേ അവസാനിക്കുമ്പോൾ തന്നെ രാജസ്ഥാൻ്റെ ജയമുറപ്പാക്കി. ഒടുവിൽ 13 ഓവറിനുള്ളിൽ രാജസ്ഥാൻ കളി തീർത്ത് കയ്യിൽ കൊടുത്തു. ദിവസങ്ങൾക്ക് മുമ്പാണ് ലോകകപ്പ് ജേതാക്കൾക്കായി BCCI നടത്തിയ ഒരു അനുമോദന ചടങ്ങിനിടെ സഞ്ജു സാംസൺ രാജസ്ഥാനിൽ വൈഭവിൻ്റെ അരങ്ങേറ്റ ദിവസത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നുണ്ട്. IPL പോലൊരു വലിയ വേദിയിൽ തൻ്റെ ആദ്യ മത്സരത്തിനിറങ്ങുന്ന ഒരു 14 വയസ്സുകാരൻ. അവൻ അനുഭവിക്കാൻ പോകുന്ന ആത്മസംഘർഷങ്ങളെക്കുറിച്ചും സമ്മർദ്ദങ്ങളെക്കുറിച്ചുമായിരുന്നു രാഹുൽ ദ്രാവിഡിൻ്റെ ഉള്ളു നിറയെ. സഞ്ജുവിന് അരികിൽ വിളിച്ച ദ്രാവിഡ് വൈഭവ് ഒരു കുഞ്ഞാണെന്നും അവനെ കൃത്യമായി ഗൈഡ് ചെയ്യണമെന്നും നിർദ്ദേശം നൽകി. പിന്നെ വൈഭവിന് അരികിൽ വിളിച്ച ദ്രാവിഡ് അവനോട് ഇങ്ങനെ ചോദിച്ചു: ഗ്രൗണ്ടിൽ നിൻ്റെ പ്ലാൻ എന്താണ്? ഉടൻ മറുപടി എത്തി: പ്രത്യേകിച്ചൊന്നുമില്ല സാർ, ആദ്യ പന്ത് മുതൽ തന്നെ അടിച്ചു തുടങ്ങും, അത്ര തന്നെ. പറഞ്ഞതുപോലെ തന്നെ വൈഭവ് ചെയ്യാൻ ആരംഭിച്ചു. അവൻ വീഡിയോ ഗെയിം കളിക്കുകയാണോ എന്ന് തോന്നിപ്പോയെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് സഞ്ജു. ഇപ്പോഴും പലരും ഇതേ സംശയമാണ് ഉന്നയിക്കുന്നത്, ഈ കുഞ്ഞ് വീഡിയോ ഗെയിം കളിക്കുകയാണോ എന്ന്. സുബിൻ ബറൂച്ച അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വൈഭവിൻ്റെ ട്രയൽസ് അനുഭവങ്ങൾ ഓർത്തെടുത്തത്. ട്രയൽസിൽ നേരിട്ട ആദ്യ പന്തിനെ തന്നെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഗാലറിയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് വൈഭവ്. എനിക്ക് സഞ്ജുവിൻ്റെയും ജയ്സ്വാളിൻ്റെയും ഒക്കെ ട്രയൽസാണ് അപ്പോൾ ഓർമ്മ വന്നത്. 157 കിലോമീറ്റർ വേഗതയിൽ വരെ പന്തറിയുന്നവരെ അടിച്ചതിർത്തിയിലിടുന്ന ഒരു കൗമാരക്കാരൻ. 2 ജയ്സ്വാളുമാരെ നിങ്ങൾക്കിപ്പോൾ തന്നെ അവനിൽ കാണാമെന്ന് ഞാൻ എൻ്റെ ടീമിനോട് പറഞ്ഞു. ഇവൻ എങ്ങനെയാണ് രാജസ്ഥാൻ്റെ ട്രയൽസിലേക്ക് എത്തിയത് എന്നാലോചിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു. അവസരം കളയരുതെന്നും മെഗാ ഓപ്ഷനിൽ എത്ര തുക മുടക്കിയാണെങ്കിലും ടീമിലെത്തിക്കണം എന്നും പിന്നെ മാനേജ്മെൻറ്റിന് നിർദ്ദേശം നൽകി. ബറൂച്ച പറഞ്ഞു നിർത്തി. കഴിഞ്ഞ IPLൽ സഞ്ജുവിന് പരിക്കേറ്റതോടെയാണ് വൈഭവിന് അവസരം ലഭിച്ചത്. പിന്നീട് സഞ്ജുവിൻ്റെ സ്ലോട്ടിനെ പോലും ചോദ്യചിഹ്നമാക്കി IPL മൈതാനങ്ങളിൽ ആ 14കാരൻ എരിഞ്ഞു കത്തി. 7 മത്സരങ്ങളിൽ നിന്ന് 252 റൺസായിരുന്നു പ്രഥമ സീസണിലെ സമ്പാദ്യം. ബാറ്റ് വീശിയത് 206 സ്ട്രൈക്ക് റേറ്റിൽ. ഗുജറാത്തിനെതിരെ കുറിച്ച സെഞ്ചുറി IPL ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ സെഞ്ചുറി ആയിരുന്നു. പിന്നെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും ഇന്ത്യൻ കുപ്പായത്തിലുമൊക്കെ വൈഭവിൻ്റെ ദിവസങ്ങളായിരുന്നു. അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ കുറിച്ച സെഞ്ചുറി ആയിരുന്നു വൈഭവിൻ്റെ ബാറ്റിൽ നിന്ന് അടുത്തിടെ പിറന്ന ഏറ്റവും മികച്ച നോക്ക്. 80 പന്തിൽ 175 റൺസാണ് അന്ന് അടിച്ചെടുത്തത്. പറത്തിയത് 15 സിക്സറും 15 4ഉം. ബാറ്റ് വീശിയത് 218 സ്ട്രൈക്ക് റേറ്റിൽ. അന്ന് ഇന്ത്യ 100 റൺസിൻ്റെ കൂറ്റൻ ജയം കുറിച്ചാണ് വിശ്വകിരീടത്തിൽ മുത്തമിട്ടത്.
കഴിഞ്ഞ ദിവസം വൈഭവിൻ്റെ ഇന്നിങ്സ് കണ്ട ശേഷം മുൻ ഇംഗ്ലീഷ് താരം മൈക്കിൾ വോന്റെ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. വോൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെ: എപ്പോഴാണ് വൈഭവ് ഇന്ത്യൻ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിക്കുക എന്നറിയാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്കൊരു വൈറ്റ് ബോൾ ടൂർണമെൻറ്റ് വരുന്നുണ്ട്. സെലക്ഷൻ കമ്മിറ്റിയിൽ ഞാനുണ്ടെങ്കിൽ ഉറപ്പായും അവനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ തന്നെ കളിപ്പിക്കണം എന്നൊന്നും പറയുന്നില്ല. എന്നാൽ ടീമിൻ്റെ സറൗണ്ടിങ്സുമായി അവന് ബന്ധമുണ്ടാകണം. 1-2 മത്സരത്തിൽ അവസരം കൊടുക്കാം. പതിയെ അവൻ ടീമിനോട് ഇഴുകിച്ചേരും. വോൻ പറഞ്ഞു നിർത്തി. ഇന്ത്യൻ ആരാധകരും ഇതിനായി തന്നെയാണ് കാത്തിരിക്കുന്നത്. അനധിവിദൂര ഭാവിയിൽ തന്നെ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാം.